അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും അൽഹംദുലില്ലാ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാവരും പറയും പോലെ തന്നെ ഒളിച്ചിരുന്നേച്ചും പുറകിൽ നിന്ന് ഒരുത്തരുടെ തലയിട്ടടിച്ചാൽ എന്താണ് സംഭവിക്കണത്, അതുപോലെ തന്നെയാണ് എനിക്കും ഇന്നിവിടെ സംഭവിച്ചത്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ വ്യക്തിയോട് 8-9 മാസക്കാലമായിട്ട് സംസാരവും മറ്റുള്ള യാതൊരുവിധ ബന്ധങ്ങളും ഇല്ലാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു കോള് വരികയും, ഞാൻ കോൾ എടുക്കാൻ കാര്യമെന്ന് വെച്ചാൽ, മരണം മനുഷ്യൻ്റെ കൈവെള്ളയിലാണല്ലോ, അല്ലെങ്കിൽ അപകടം മനുഷ്യൻ്റെ കൈവെള്ളയിലാണ്. ഇതാർക്കാണെങ്കിലും, എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും മരണവും അപകടങ്ങളും ഒക്കെ എന്താണ് എപ്പോഴാണ് വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല. അപകടങ്ങളിലും പെടുമരണങ്ങളിലും തൊട്ട് എല്ലാ അസുഖങ്ങളിൽ നിന്നും എല്ലാവരെയും റബ്ബ് കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ. അപ്പം ഇവൻ്റെ കോള് വരുമ്പോഴും ഞാൻ എൻ്റെ ഇളയ മകൻ കർണാടകയിൽ എവിടെയോ ജോലിക്ക് നിൽക്കുകയാണ്. എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പം എൻ്റെ മോനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു രീതിക്കാണ് ഞാൻ കോൾ എടുത്തത്. ഈ വക ഒരു തെമ്മാടിത്തരത്തിനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരല്പമെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ കോൾ എടുക്കില്ലായിരുന്നു. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ, എനിക്കിപ്പോൾ 34,000 സബ്സ്ക്രൈബർ ആകാനായിട്ട് എന്തോ കുറച്ച് കൂടിയേ ഉള്ളു. അപ്പം നിങ്ങൾ ഇത്രയും ആൾക്കാർ, ഞാൻ 600 സംതിങ് വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ആ വീഡിയോ എടുത്ത് ഓരോന്നെ പരിശോധിച്ച് നോക്കൂ. ഞാൻ ആരെങ്കിലും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും എവിടെയെങ്കിലും പറയുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം പ്രേക്ഷകരെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഞാൻ അതേപോലെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, അല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾ തരുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏൽക്കാനായിട്ട് തയ്യാറാണ്. വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയും കൂടി ഞാൻ യൂട്യൂബിൽ നിന്ന് നിർത്തിക്കളയും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഞാൻ ഒരാളെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു വീഡിയോയും ഞാൻ ചെയ്തിട്ടില്ല. പിന്നീട് ഇന്ന് എൻ്റെ ഒരു കമൻറ്റ് ഞാൻ കണ്ട്, മക്കളുടെ കാര്യങ്ങൾ, പേരക്കുട്ടികളുടെ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും അറിയാൻ മേലെങ്കിലും നിങ്ങളുടെ നാട്ടിലുള്ളവർക്ക് അറിയാൻ മേല. ഞാനൊന്ന് ചോദിച്ചോട്ടോ സഹോദരി, നിങ്ങൾ എന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല, നിങ്ങളത് ഒരു ന്യായമായ മറുപടിയാണ് പറഞ്ഞത്. ഒരു കമൻ്റാണ് നിങ്ങൾ കൊടുത്തത്. നിങ്ങൾ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല. ഈ വ്യക്തികളുടെ 2 പേരുടെ അമ്മയാണെന്ന് ഈ ലോകമെമ്പാടും, ഈ ലോകമല്ല, ഞങ്ങളുടെ ആ ആലപ്പുഴ ജില്ലയിൽ എല്ലായിടത്തും അറിയാവുന്ന ആൾക്കാരേ ഉള്ളു. ഞാൻ അവരെ പറഞ്ഞാലും പറഞ്ഞില്ലേലും അവർ ഈ വീഡിയോ കാണുമ്പോൾ അവരറിയല്ലേ ഇന്ന ആൾക്കാരുടെ അമ്മയാണെന്ന് അവരറിയല്ലേ. അപ്പം അതെന്താ അങ്ങനെ പറഞ്ഞ എന്താണ്? ഞാൻ പിന്നെന്താ ഞാൻ പറയേണ്ടത്? ഞാൻ പ്രസവിച്ചിട്ടില്ലെന്ന് പറയണം? നിങ്ങൾ എന്നോട് കൂടെ ചോദിക്കുമായിരുന്നല്ലോ, നിങ്ങൾക്ക് മക്കളില്ലേ, കെട്ടിയോനില്ലേ എന്നൊക്കെ നിങ്ങൾ കൂടെ ചോദിക്കലായിരുന്ന. അപ്പം ഞാൻ എന്ത് പറയണമായിരുന്നു? നിങ്ങളോട് കളവ് പറയണമായിരുന്ന? എനിക്ക് മക്കളില്ല, എൻ്റെ മക്കൾ മരിച്ചുപോയെന്ന് പറയണമായിരുന്ന? അല്ലെങ്കിൽ ഞാൻ പ്രസവിച്ചിട്ടില്ലെന്ന് പറയണമായിരുന്ന? എന്താ പറയേണ്ടത് എനിക്കറിയത്തില്ല. നിങ്ങൾ അതിനെനിക്കൊരു മറുപടി താ, ഞാൻ അതേപോലെ പറയായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ ഇവരെ അപകീർത്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇവർ പറയും പോലെ, ഇപ്പം ഇവർ ഓരോരുത്തർ പറയും പോലെ തന്നെ ഇപ്പം ആണിനോടാണ് പ്രശ്നം ഉണ്ടായത്. ഇപ്പം പെണ്ണാണ് എൻ്റെ വീഡിയോയിൽ വന്ന് കമൻ്റ് എഴുതുന്നത്. ഞാൻ കെട്ടിയോനെ ഇട്ടേച്ചും പോന്നു, മക്കളെ ഇട്ടേച്ചും പോന്നു. ഇവർക്ക് ഈ പെണ്ണിന് പറയാനുള്ള യോഗ്യത എന്തിരിക്കണം? എന്നെ കുറ്റപ്പെടുത്താൻ ഈ പെണ്ണിന് എന്ത് യോഗ്യത ഇരിക്കണം? ഈ പെണ്ണിൻ്റെ വീട്ടിലുള്ള കാര്യം ഈ പെണ്ണൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഞാൻ പെണ്ണെന്ന് പറയാം, എന്താന്ന് വെച്ചാൽ ഞാൻ പേര് പറയുന്നില്ല. ആരെയും അപകീർത്തിപ്പെടുത്താൻ ഞാൻ തയ്യാറല്ലാത്തത് കൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ഈ പെണ്ണിൻ്റെ വീട്ടിൽ നടന്ന അനുഭവം പെണ്ണൊന്ന് വായിച്ചു നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. അവരവരുടെ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ
ജസ്റ്റ് ഞാൻ ഒരു 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 തെറ്റും ഞാൻ ചെയ്യണില്ലെന്ന് എൻ്റെ മനസാക്ഷിക്ക് ഞാൻ കൊടുക്കണം വാക്ക്. ഞാൻ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പുണ്യാളത്തിയാണ്, അല്ലെ എൻ്റെ വീട്ടുകാർ പുണ്യാളന്മാരാണ്, പുണ്യാളത്തിമാരാണെന്ന് ഞാൻ ചിന്തിക്കണം. എന്നെ ഈ ആണിനും പറയാൻ യോഗ്യതയില്ല, ഈ പെണ്ണിന് പറയാനും യോഗ്യതയില്ല. എന്ന് പറയാനായിട്ട് ഈ ആൾക്കാർക്ക് ആർക്കും യോഗ്യതയില്ല. പിന്നെ മൂലയിലും മുക്കിലും ഒക്കെ കിടന്ന് ഫോണിലും വീഡിയോയുടെ കമന്റിലും ഒക്കെ പറയും. വീഡിയോ ഇടുന്നതിന്റെ കമന്റിന് താഴെയൊക്കെ പറയും ഇന്ന രീതിക്ക് പോയി, ഇന്ന രീതിക്ക് പോയെന്ന്. അങ്ങനെ പോയെന്ന് പറയുമ്പോൾ ഞാനിന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കണം, എൻ്റെ പുറകിൽ വല്ല കുറവുകൾ എനിക്കുണ്ടോ എന്ന്. അപ്പൊ ഒരാൾക്ക് ഒരാളെയും പറയാനുള്ള അർഹത ഉണ്ടാകുകയില്ല. ഞാനിപ്പോൾ മറ്റുള്ള ബന്ധങ്ങളെല്ലാം ഞാൻ മറന്ന് ഞാൻ പറയുകയാണ്, രാത്രി ഒന്ന് സൂര്യൻ ഉദിക്കണം, ആരാണ് നല്ലതെന്നറിയാനായിട്ട്. രാത്രിയിൽ സൂര്യൻ ഉദിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ പിന്നെ മുഖത്ത് അണിഞ്ഞിരിക്കണ ആ വികൃതമായ മുഖംമൂടി എല്ലാവരുടേതും അഴിഞ്ഞു വീഴും. ഒരാൾക്ക് മാത്രമല്ല. പിന്നെ ഞാൻ നിങ്ങളോട്, എൻ്റെ പ്രേക്ഷകരോടാണ് ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളും കൂടി പറയാമെന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞാൻ ഇന്നിരുന്നേച്ചത്. പക്ഷെ ഞാൻ പറയുന്നില്ല. എന്താന്ന് വെച്ചാൽ എൻ്റെ സിറാജിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ എൻ്റെ വായിൽ നിന്ന് ഒരക്ഷരം പോലും ഞാനിനി പറയല. എന്നാന്ന് വെച്ചാൽ എൻ്റെ സിറാജ് പള്ളിയിൽ ഖബറിൽ ഉറങ്ങിയാണ്. ഞാൻ ആ മനുഷ്യനെ എന്ത് തന്നെ അദ്ദേഹം എന്നോട് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ആ മനുഷ്യനെ ഇനി കുഴിതരയല, എൻ്റെ വാക്കുകൾ കൊണ്ട് കുഴിതരയല. വെച്ചാൽ ഞാൻ ചെയ്യുന്ന ഇബാദത്തുകൾ എനിക്കില്ലാതെയാക്കാനായിട്ട് ഞാൻ ഒരുക്കമല്ല, അത് ഞാൻ ചെയ്യത്തില്ല. അപ്പം അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ആ മനുഷ്യൻ, ആ ഖബറിൽ ഉറങ്ങണ മനുഷ്യനെയും കൂടി വിളിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പിന്നെ ഇപ്പം ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ഞാൻ എല്ലാവരും എന്നോട് ചോദിച്ച് ക്ഷമിക്ക്, ക്ഷമ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇവരുടെ ആരുടെ ഒരു രൂപയ്ക്ക് ഞാൻ പോകുന്നില്ല. ഈ പറഞ്ഞ മകൻ എന്നെ വിളിച്ചപ്പോഴും എന്നോട് ഈ പെണ്ണ് പറഞ്ഞത് എന്നാണെന്നറിയാമോ? അമ്മ അവിടെ വന്ന് നിൽക്കണ്ട, നിന്നാൽ അമ്മയുടെ ഫ്രീഡം പോകുമെന്നാണ് എന്നോട് പറഞ്ഞത്. എൻ്റെ ഭർത്താവ് അമ്മയുടെ ഫ്രീഡം കളയും, അതുകൊണ്ട് അമ്മ അവിടെ നിൽക്കണ്ടെന്നാ പറഞ്ഞത്. ഇപ്പം എനിക്ക് മനസ്സിലായി അതെന്താണത് അങ്ങനെ പറയാൻ കാര്യം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ പെണ്ണിനോട് ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ അങ്ങോട്ട് മാറുന്നില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അവൾ എന്താണ് എൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന് അനാവശ്യം എഴുതി പിടിപ്പിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. അവളുടെ കുറവുകൾ അവൾ മനസ്സിലാക്കിയിട്ടാണ് അവൾ എന്നെ, അവളുടെ വീട്ടിലുള്ളവരുടെ കുറവ് മനസ്സിലാക്കിയിട്ടാണ് എന്നോട് അവൾ എൻ്റെ കുറ്റം പറയാൻ വന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ വീഡിയോയിലാണെന്നുണ്ടെങ്കിലും പലയിടത്ത് താമസിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നെങ്കിലും ഞാൻ നിങ്ങളോട് പറയാണ്, ഇന്ന് മുതൽ ഞാൻ പ്രസവിച്ചിട്ടില്ലെന്ന് കരുതിയാണ് ഞാൻ ജീവിക്കണത്. എനിക്ക് ആരുമില്ല, ഞാൻ ഒരു അനാഥയാണ്, എനിക്ക് ആരുമില്ല. പിന്നെ എനിക്കിനി മരണം ചിലപ്പോൾ വയ്യാഴിക ഒക്കെ ആയിരുന്നു. നിങ്ങൾ അറിയാവുന്ന ആൾക്കാർ, ഞാൻ ആരെങ്കിലും ഒക്കെ ആയിട്ട് പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടനയിലുള്ള ആൾക്കാരെ, ഞാൻ ഏതായാലും നിങ്ങളിൽ ഒരാളായിട്ട് ജീവിക്കാനാണ് ഇനിയുള്ള കാലങ്ങൾ ആഗ്രഹിക്കുന്നത്. ജീവിച്ച് മരിക്കണം എന്നുള്ള ഇനിയുള്ള കാലങ്ങൾ നിങ്ങളിൽ ഒരാളായിട്ട് ജീവിച്ച് മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്നെ ഉപേക്ഷിക്കരുത് എന്നും പറഞ്ഞ് എൻ്റെ എന്താ പറയണ്ട സേഫ്റ്റി നിങ്ങൾ ഏറ്റെടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് വയ്യാഴിക വല്ലതും ആയിപ്പോയാൽ
അതിനൊക്കെ ഇപ്പൊ ഒരുപാട് സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അനാഥയായ ആൾക്കാരെ ആക്കാനായിട്ടുള്ള. ഒന്നെങ്കിൽ അവിടെ എവിടെയെങ്കിലും എന്നെ ആക്കണം. ഇതല്ല എന്നുണ്ടെങ്കിൽ, മരണമാണ് എനിക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോടും ചോദിക്കണ്ട. എനിക്ക് ആരുമില്ല. ഞാനിപ്പോൾ പബ്ലിക്കിന്റെ മുന്നിൽ നിങ്ങളോട് പറയുകയാണ്. നിങ്ങളോട് ആരും വന്ന് ചോദിക്കല ഇവളെ എന്തിനാണ് കബറടക്കിയതെന്ന, അല്ല ഇവളെ എന്തിനാണ് നിങ്ങൾ എടുത്തതെന്ന ഒന്നും ചോദിക്കല. ഈ ബോഡി എന്തിനാണ് നിങ്ങൾ എടുത്തതെന്ന് ഒരാളും നിങ്ങളോട് ചോദിക്കല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളോട് ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ നിങ്ങളോട് പറയണതാണ്. ഇത് വൈരാഗ്യവും ദേഷ്യവും സങ്കടവും ഒന്നും ഉണ്ടായിട്ട് പറയണതല്ല. ഇതെന്റെ പിന്നെ ദൃഢമായ ഒരു വാക്കാണ്. ഞാൻ മരിച്ചു പോയാൽ എന്നെ ഏതെങ്കിലും, ഞാനൊരു പള്ളിയിൽ ഞാൻ അംഗമല്ല, അപ്പം ഏതെങ്കിലും ഒരു പള്ളിയിൽ എൻ്റെ മയ്യത്ത് നമ്മുടെ മുസ്ലിമിൻ്റെ ഒരു ആചാരപ്രകാരം എന്നെ കബറടക്കണം. അതെൻ്റെ അവസാനമായിട്ടുള്ളൊരു വാക്കാണ്. ഞാൻ ഇനി ഇതിനെക്കുറിച്ച് ഒന്നും പറയാനായിട്ട് ഞാൻ മീഡിയയിൽ വരികയില്ല, അല്ലെങ്കിൽ ഞാൻ പബ്ലിക്കിൻ്റെ മുന്നിൽ വരികയില്ല. ഇതിനെക്കുറിച്ച് പറയാൻ വീഡിയോ ചെയ്യാതിരിക്കുകയില്ല. ധാരാളം ശത്രുത ഉണ്ടായിട്ടല്ല. എൻ്റെ മയ്യത്ത് അല്ലെങ്കിൽ എൻ്റെ ബോഡി ഒരാൾക്കും നിങ്ങൾ കൊടുക്കണ്ട. ആരും നിങ്ങളുടെ അടുത്ത് വരികയില്ല. എന്നെ നമ്മുടെ ഇസ്ലാമിക പ്രകാരം എൻ്റെ കബറടക്കണം. അത് ആരെങ്കിലും ആയിട്ട്, ജമായത്ത് ഇസ്ലാമിയ, മുജാഹിദുകാര, സുന്നിയ, അങ്ങനെ ആരെന്നില്ല. ഞാനൊരു മുസ്ലിമായിട്ട് ജീവിക്കുന്ന ആളാണ്. ആ ഒരു മുസ്ലിമായിട്ട് ജീവിക്കുന്ന ഒരാളുടെ ആഗ്രഹമാണ്. ഞാൻ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അല്ലാതെ ഞാൻ അങ്ങനെ വന്നതല്ലേ ഇങ്ങനെ വന്നതല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ അനാവശ്യമായിട്ട് ജീവിക്കുന്ന ആളല്ല. അപ്പം എൻ്റെ ആഗ്രഹം എനിക്ക് ഇതാണ്. എൻ്റെ ആഗ്രഹങ്ങൾ നിങ്ങൾ ആരെങ്കിലും ആയിട്ട് എനിക്ക് നടത്തി തരണം. അത് ഞാൻ അറിയുന്നില്ല. മരിച്ചു കഴിഞ്ഞാൽ ഞാൻ അറിയല. ഇനിയിപ്പോൾ വയ്യാഴിക വന്നാൽ അള്ളാഹു അങ്ങനെ ആക്കാതിരിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം അങ്ങനെ അഥവാ ആക്കിപ്പോയാൽ, വയ്യാഴികയായി ആക്കിപ്പോയാൽ എവിടെയെങ്കിലും വൃദ്ധസദനത്തിലോ, പൈസ കൊടുക്കാത്ത വൃദ്ധസദനത്തിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനത്തിലോ എന്നെ ആക്കണം. ഇതല്ലെങ്കിൽ ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് ഇതുപോലെ എന്നെ കബറടക്കണം. അതെൻ്റെ വസിയത്താണ്. പിന്നെ എനിക്ക് ഏതായാലും ഞാൻ ഓലപ്പാമ്പിനെയൊന്നും കാണിച്ച് ഞാൻ പേടിക്കാനൊന്നും പോണില്ല. ഞാൻ പറഞ്ഞില്ലേ, പുറകിൽ നിന്നൊരു അടി കിട്ടിയപ്പോൾ ഞാനൊന്ന് പെടഞ്ഞി. ആ ഒരു ഇതിൽ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ്. ഒരു നിമിഷം ഞാൻ അങ്ങനെ ചിന്തിക്കുകയും ചെയ്ത്. എൻ്റെ മരണത്തെക്കുറിച്ച് ഒരു നിമിഷം ഞാൻ ചിന്തിക്കുകയും ചെയ്തു. എന്താന്ന് വെച്ചാൽ 15 വർഷമായിട്ട് പേപ്പട്ടീനെ ഓടിച്ചിട്ടും പോലെ ഓടിച്ചുകൊണ്ട് നടക്കുകയാണ്. അവിടെ തൊടാൻ പറ്റിയാൽ ഇവിടെ തൊടാൻ പറ്റിയാലാണ്ട് അങ്ങനെ ഓടി 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 നടക്കുകയാണ്. ഇനി എനിക്ക് ഓടാൻ വയ്യ. അന്ന് എനിക്ക് കുറേ എന്താ പറയേണ്ടത്, കുറെ സിമ്പതി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ സിമ്പതി എനിക്കില്ല. എനിക്ക് എൻ്റെ ജീവിതം മാത്രം നോക്കിയാൽ മതി. എനിക്ക് ഇനി മൂക്കില്ലാത്തടത്ത് കസ്തൂരിയും കൊണ്ട് നടക്കേണ്ട കാര്യം എന്തിരിക്കണം. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു സാഹചര്യം, ഇന്നത്തെ ഒരു തീരുമാനമൊക്കെ. ഇന്നത്തേത് ഇതാണ്. ഞാൻ ആലോചിച്ച് പറഞ്ഞ വാക്കുകളാണ്, അല്ലാണ്ട് ഞാൻ വെറുതെ ഒരു നേരം പോക്കിന് പറഞ്ഞ വാക്കല്ല. ഇത് മുസ്ലിമായിട്ടുള്ള, ഞാൻ ജാതി പറഞ്ഞെന്ന് ആരും ഓർക്കരുത്. ഇത് കബറടക്കണമെങ്കിൽ മുസ്ലിങ്ങൾ വേണമല്ലോ കബറടക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ മുസ്ലിം എന്നൊന്ന് എടുത്ത് പറയണത്. ഇത് നിങ്ങൾ മുസ്ലിമായിട്ടുള്ള സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഒന്ന് ഏറ്റെടുത്ത് എൻ്റെ ഈ വസിയത്ത് എനിക്ക് നടത്തി തരണമെന്ന് ഞാൻ നിങ്ങളോട് താഴ്മയായിട്ട് പറയുന്നു. പിന്നെ ഞാൻ തോക്കേല, അള്ളാഹുവിൻ്റെ മുന്നിലല്ലാതെ ഞാൻ ഒരാളുടെ മുന്നിലും തോക്കേല. പിന്നെ എൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന അനാവശ്യങ്ങൾ എഴുതി പിടിപ്പിക്കുമെന്നല്ലേ ഉള്ളു. അത് പിടിപ്പിച്ചോട്ടെ.
അത് പിടിപ്പിച്ചോട്ടെ. അത് ഇപ്പൊ ഞാൻ ഈ ഇവരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വീഡിയോ ചെയ്തെന്നാണ് ഇവരുടെ പരാതി. ഇവരെന്നോട് ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ വീണ്ടും അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ നിയമവും നടപടിയൊക്കെ ഇല്ലേ? ഇവർക്ക് ആ നിയമ നടപടി സ്വീകരിക്കാൻ പാടില്ലേ? എന്നെ വിളിച്ച് അനാവശ്യം പറയണതാണോ വേണ്ടത്? തെറി പറയണതാണോ വേണ്ടത്? അപ്പൊ കുറച്ച് പേര് പറഞ്ഞു നിങ്ങൾ വീട്ടുകാർ തമ്മിലുള്ളത് മീഡിയയിൽ വന്ന് പറയേണ്ട കാര്യമില്ലെന്ന്. മീഡിയയിൽ പറയണം, മീഡിയയിൽ പറഞ്ഞാലേ ശരിയാവുള്ളൂ. ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇതിൽ പറയണം. എനിക്ക് റീച്ചിന് വേണ്ടിയിട്ടും എനിക്ക് മറ്റൊന്നും വേണ്ടിയിട്ടൊന്നുമല്ല. എൻ്റെ കുത്തഴിഞ്ഞ പുസ്തകമാണ് എൻ്റെ ജീവിതം എന്ന് വെച്ചാൽ എനിക്ക് രഹസ്യങ്ങളൊന്നും ഇനി സൂക്ഷിക്കാൻ വയ്യ. അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും.